പൗളീൻ ലേഖന പഠന പരമ്പരയുടെ 16ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ പൗലോസ് ലീഗ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1ാമത്തെ ലേഖനം 14ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ 12ാമത്തെയും 14ാമത്തെ അധ്യായം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചുള്ളതാണ്. അതിനിടയിൽ 13ാമത്തെ അധ്യായം സ്നേഹത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ്. 14ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ പ്രത്യേകമായി 2 വരദാനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും പൗലോസ് ലീഗ പഠിപ്പിക്കുകയാണ്. ഒന്ന് ഭാഷാവരം, 2 പ്രവചനപരം. അപ്പോൾ ഒരു സമൂഹത്തിലെ ഭാഷാവരമുള്ളവരുണ്ടായിരിക്കുകയും പ്രവചനപരമുള്ളവരുണ്ടായിരിക്കുകയും ചെയ്താൽ അത് എപ്രകാരമാണ് അവരവരുടെ ശുശ്രൂഷ സഭയിൽ നിർവഹിക്കേണ്ടത് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. 14ാമത്തെ അധ്യായം 4ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുകയാണ്: ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു, പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും. നിങ്ങളെല്ലാവരും ഭാഷാവരത്തോടെ സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നെങ്കിൽ അത് കൂടുതൽ ഉത്തമം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഭാഷാവരം എല്ലാവർക്കും ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ പേർക്ക് ലഭിക്കുന്ന ഒരു വരം കൂടിയാണ് ഭാഷാവരം. ഭാഷാവരം എല്ലാവർക്കും ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രവചനപരമാണ് സഭയ്ക്ക് ഉത്തമം. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുക. പല രീതിയിലായിരിക്കാം. സുവിശേഷ പ്രഘോഷണമായിരിക്കാം, അതല്ലെങ്കിൽ കൗൺസിലിംഗ് ആയിരിക്കാം. ഇതെല്ലാം ക്രിസ്തുവിന് വേണ്ടിയുള്ള സംസാരങ്ങളാണ്, പ്രവചിക്കുകയാണ്. എന്നാൽ ഭാഷാവരം അവനവന് തന്നെ ആത്മീയ അഭിവൃദ്ധി വരുത്തുന്നതാണ്. ഭാഷാവരത്തെ സ്തുതിക്കുന്ന വ്യക്തി സ്വന്തം ആത്മാവിലാണ് സ്തുതിക്കുന്നത്. ആത്മാവ് പരിശുദ്ധാത്മാവിനെ ആരാധിക്കുകയാണ്. അതാണ് ഭാഷയായിട്ട് കടന്നു വരുന്നത്. അത് ആത്മാവിനെ ഉത്കർഷം വരുത്തുന്നു. പ്രവചനമാകട്ടെ സഭയ്ക്ക് ഉത്കർഷം വരുത്തുന്നു. ഇതാണ് ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഭാഷാവരമുള്ളവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വെളിപാടോ വിജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ നൽകാൻ സാധിക്കാത്ത വ്യക്തിയാണെങ്കിൽ അവനെ കൊണ്ട് എന്ത് പ്രയോജനമെന്ന് പൗലോസിലേക്ക് ചോദിക്കുകയാണ്. ഭാഷാവരം നമുക്കറിയാം പല രീതിയിലുണ്ട്. ചിലർക്ക് ശബ്ദം മാത്രമായിട്ടായിരിക്കും അത് കടന്നു വരിക, വാക്കുകൾ മാത്രം. ചിലർക്ക് ശബ്ദങ്ങൾ ഇഷ്ടംപോലെ വാക്കുകൾ വരും, ഇഷ്ടംപോലെ വാക്കുകളായിരിക്കും വരിക. ചിലർക്കത് ഭാഷയായിട്ട് വരും, എന്നാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. ചിലർക്ക് അത് നല്ലൊരു ഭാഷയായി കടന്നു വരും, മറ്റുള്ളവർക്കത് വ്യാഖ്യാനിക്കാൻ സാധിക്കും. വ്യാഖ്യാനപരമുള്ള വ്യക്തി അത് വ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി ചില സന്ദർഭങ്ങളിൽ ഭാഷാപരം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലെത്തിക്കുമ്പോൾ ഭാഷണപരമായി മാറും. അതായത് ഞാനിപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ വിവിധ ഭാഷക്കാർ അവരവരുടെ ഭാഷകളിൽ കേൾക്കും. ഇതെല്ലാം ഭാഷാപരത്തിൻ്റെ വിവിധമായ സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ ഭാഷാപരത്തിൻ്റെ പ്രയോഗമെന്ന് പൗലോസ് ലീഗ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഭാഷാപരമുണ്ട്, എനിക്ക് കുറേയധികം വാക്കുകളുണ്ട്, അപശബ്ദങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു, വിവിധ ഭാഷകൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതാർക്കൊന്നും മനസ്സിലാവുന്നില്ല, വ്യാഖ്യാനിക്കാൻ ആളുമില്ല. എന്നാൽ എൻ്റെ കയ്യിൽ പ്രബോധനമോ വെളിപാടോ ജ്ഞാനമോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി കൊണ്ട് സഭയ്ക്ക് ഉപയോഗം ഉണ്ടായിരിക്കണമെന്നില്ല എന്നാണ് പൗലോസ് ലീഗ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇനി വീണ, കുഴൽ മുതലായ അചേതനങ്ങളായ സംഗീതോപകരണങ്ങൾ പോലും വ്യതിരിക്തമായ ശ്രുതി പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അവയുടെ സ്വരങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുമോ? കാഹളധ്വനി അസ്പഷ്ടമാണെങ്കിൽ ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറാകുമോ? അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യവും ഭാഷാപരം കൊണ്ട് അവ്യക്തമായി സംസാരിച്ചാൽ ആർക്ക് എന്ത് മനസ്സിലാകും? വായുവിനോടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഭാഷാപരം ഉപയോഗിക്കുന്ന വ്യക്തികൾ ഇന്ന് ഏറ്റവും കൂടുതൽ കരിസ്മാറ്റിക് മേഖലകളിലെല്ലാം ഉപയോഗിക്കുന്നതാണ് ഭാഷാപരം. ഈ ഭാഷാപരം എങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ അതിനെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഭാഷാപരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരം തന്നെയാണ്. ഇപ്രകാരം ഒരു വരം ഉണ്ട് താനും. എന്നാൽ ഈ വരം പ്രയോഗിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, അതാണ് പൗലോസ് ലീഗ പറയുന്നത്, മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് കൊണ്ട് അത് വായുവിനോടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്, മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ രീതിയിലുള്ള കാര്യമാണ് പൗലോസ് ലീഗ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഭാഷാപരമുള്ള വ്യക്തി സ്വന്തം ആത്മാവിന് ഏറ്റവും അധികം ഉത്കർഷം വരുത്തുകയാണ് ചെയ്യുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കാം.
14-ാമത്തെ തിരുവചനം, ഞാൻ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. എന്നാൽ എൻ്റെ മനസ്സ് ഫലരഹിതമായിരിക്കും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും. എന്താണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം? എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൽ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത, എൻ്റെ ബുദ്ധി, ഇവിടെ എല്ലാം ഞാൻ ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഭാഷാവരം എന്നുള്ള വരമുള്ളവർക്ക് ഏത് മേഖലയിലും സ്തുതിക്കാൻ സാധിക്കും. നമ്മൾ ഏത് ജോലി മേഖലകളിലായിരിക്കാം, പക്ഷെ ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ടേ ആയിരിക്കാം. കാരണം മനസ്സ് ഭാഷാവരത്തിന് അതിൽ മനസ്സ് കടന്നു വരുന്നില്ല. മനസ്സില്ലാതെയാണ് ഭാഷാവരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആത്മാവിൽ ഇങ്ങനെ നാവിൽ സ്തുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ മനസ്സ് ഫ്രീ ആണ്. എന്തും ചിന്തിക്കാം, എന്തും ആലോചിക്കാം. അങ്ങനെ മനസ്സിന് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ മനസ്സ് ഫലരഹിതമാണ്, ആത്മാവ് പക്ഷേ ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഭാഷാവരത്തിൻ്റെ പ്രത്യേകത. പ്രാർത്ഥിക്കാനുള്ളൊരു വരം കൂടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മനസ്സ് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ മനസ്സുകൊണ്ടും കൂടി പ്രാർത്ഥിക്കണം. പൗലോസ് പറയാ, ഇങ്ങനെ മനസ്സ് ഫ്രീ ആക്കിയിട്ട് എൻ്റെ ആത്മാവ് മാത്രം പ്രാർത്ഥിച്ചോട്ടെ എന്ന് വെച്ച് ഇരുന്നാൽ പോരാ. ഞാൻ എൻ്റെ മനസ്സിനെയും കൂടി, ഞാൻ എൻ്റെ ആത്മാർത്ഥമായി, അതുകൊണ്ടാണ് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണമെന്നാണല്ലോ കൽപ്പനയിൽ പറയുന്നത്. ഈ മനസ്സും കൂടി ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം, മനസ്സും കൂടി പ്രാർത്ഥനയിൽ കൊണ്ടുവരണമെന്ന് പൗലോസ് ആവശ്യപ്പെടുകയാണ്. സഭയിൽ 10,000 വാക്കുകൾ ഭാഷാവരത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നത് 5 വാക്കുകൾ ബോധപൂർവം സംസാരിക്കുന്നതാണ്. പൗലോസ് പറയാ, എനിക്ക് ഭാഷാവരമുണ്ട്, 10,000 വാക്കുകളാണ് ഞാൻ പറഞ്ഞേക്കാം, പക്ഷെ അതിനേക്കാളും ശക്തമായിട്ടുള്ളത് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന 5 വാക്കുകൾ അവരുടെ മുമ്പിൽ നൽകുന്നതാണ്. അതായത് ഭാഷാവരം ഭാഷകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഭാഷകൾ അറിയാം, പരിശുദ്ധാത്മാവ് എന്നിലുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള വരങ്ങളുടെ പ്രയോഗമായി മാറരുത്. ഭാഷാവരം എന്നുള്ളത് പ്രാർത്ഥിക്കാനുള്ള വരമാണ്. അത് പ്രാർത്ഥിക്കണം, അത് കൂട്ടായ്മയിലും പ്രാർത്ഥിക്കാം. കൂട്ടായ്മയിൽ ഭാഷാവരം ഉപയോഗിക്കരുത് എന്നല്ല പറയുന്നത് പൗലോസ്. കൂട്ടായ്മയിലും പ്രാർത്ഥിക്കാം. പക്ഷേ ഭാഷാവരത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് പ്രവചനവരത്തെയും മറ്റു വരങ്ങളെയും താഴ്ത്തി കൊണ്ടുവരുമ്പോഴാണ് പൗലോസ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇതാണ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. ഇനി ഭാഷാവരം വിശ്വാസികൾക്കുള്ളതല്ല, അവിശ്വാസികൾക്കുള്ള അടയാളമാണ്. പ്രവചനപരമാകട്ടെ അവിശ്വാസികൾക്കുള്ളതല്ല, വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതും. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഭാഷാവരം മറ്റുള്ളവർക്ക്, അതായത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കുള്ള അടയാളമായി തീരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഞാനൊരു ഭാഷയിൽ സംസാരിക്കുന്നു, ഒരു അവിശ്വാസി കടന്നു വരുന്നു, അവൻ്റെ ഭാഷയിൽ അത് കേൾക്കുന്നു. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അടയാളമാണ്. ഞാൻ സംസാരിക്കുന്നത് മലയാളത്തിലായിരിക്കാം, പക്ഷെ കടന്നു വരുന്നത് മറ്റു ഭാഷയിലുള്ള വ്യക്തിയാണ്, അവൻ കേൾക്കുന്നത് അവൻ്റെ ഭാഷയിലാണ്. അപ്പോൾ ഇത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കുള്ള വലിയൊരു അടയാളമായി ഭാഷാവരം മാറുകയാണ്. എന്നാൽ പ്രവചനപരമാകട്ടെ അത് അവിശ്വാസികൾക്കുള്ളതല്ല, വിശ്വാസികൾക്കുള്ളതാണ്. എന്താണ് പറഞ്ഞതിനർത്ഥം? അതായത് പ്രവചനപരം ഉപയോഗിക്കുന്ന വ്യക്തി മറ്റു വിശ്വാസികളായ വ്യക്തികളെ ഉത്ബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുകയാണ് പ്രവചനപരമുള്ള വ്യക്തി ചെയ്യുന്നത്. അപ്പോൾ അത് വിശ്വാസിക്ക് വളരെയധികം ആഴത്തിൽ നിൽക്കുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനും ഉപയോഗപ്രദമാകുന്ന വരമാണ്. അതാണ് ഇവിടെ ഈ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 24-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ 23-ാമത്തെ വാക്യത്തിൽ സഭ മുഴുവൻ സമ്മേളിച്ചിരിക്കുക ഓരോരുത്തരും ഭാഷാവരത്തോട് സംസാരിക്കുന്നതായി അജ്ഞരോ അവിശ്വാസികളോ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയും. ഇന്ന് പലപ്പോഴും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷാവരത്തിൽ പ്രയോഗിക്കുന്ന സമൂഹങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ ഇവരെന്താണ് ഈ പറയുന്നത്, ഇവർക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുന്നത് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ സിനിമ വരെ ഇറങ്ങിയിട്ട്, ട്രാൻസ് എന്നുള്ള സിനിമയൊക്കെ ഭാഷാവരത്തെ പരിഹസിച്ചുകൊണ്ട് ഇറങ്ങിയുള്ളൊരു സിനിമയാണ്. അപ്പോൾ എന്താ ഇങ്ങനെ ചോദിക്കുന്നതിന് കാരണം? അതായത് വിവിധ ഭാഷകളിൽ അപശബ്ദങ്ങളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, സഭയ്ക്കറിയാം, അല്ലെങ്കിൽ ഭാഷാവരം ഉപയോഗിക്കുന്ന വ്യക്തികൾക്കറിയാം ഇത് ആത്മാവിനാണ് പറയുന്നതെന്ന്. പക്ഷേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്ത മറ്റു വ്യക്തികൾ ഈ വസ്തുത അംഗീകരിക്കുകയില്ല, അവനെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നേരത്തെ 22-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത്? ഭാഷാവരം അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവിശ്വാസികൾക്ക് ഇത് അത്ഭുതമായിരിക്കും. എന്നാൽ ഭാഷാവരം അതിൻ്റെ
അപശബ്ദങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യ വിഷയമായി മാറി എന്ന് വരാം, കുറ്റപ്പെടുത്തുന്ന വിഷയമായി മാറി എന്ന് വരാം. എന്നാൽ പ്രവചനപരമാണെങ്കിൽ ഇപ്രകാരമാണ്: ഒരു അവിശ്വാസിയോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ കടന്നു വരുമ്പോൾ അവൻ്റെ ഹൃദയ വികാര വിചാരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രവചനം നടത്തുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ ഒരു സുവിശേഷത്തിൻ്റെ ഏതെങ്കിലും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് അവൻ്റെ ഹൃദയത്തെ തുളച്ച് അവന് മാനസാന്തരം വരുത്തിയെന്ന് വരാം. അതിൽ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എല്ലാവരും പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു അവിശ്വാസി ആജ്ഞയോ അവിടെ വരുന്നതെങ്കിൽ തന്നെ തന്നെ വിധിക്കാനും പരിശോധിക്കാനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും നിങ്ങൾ അവന് കാരണമാകും. ഇങ്ങനെ ഭാഷാപരവും പ്രവചനപരവും ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അതിനുശേഷം ആത്മീയ വരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയുകയാണ്. സഹോദരി, നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഒരു സങ്കീർത്തനമോ, എന്താണ് സങ്കീർത്തനം? ഗായക സംഘം. സാരോപദേശമോ, കൗൺസിലിംഗ്. വെളിപാടോ, ഭാഷയോ, വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. വ്യക്തമായി പറയുക, നമ്മുടെ കൂട്ടായ്മയിലെ ആത്മീയമായ അഭിവൃദ്ധിക്ക് വേണ്ട വരദാനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് പൗലോസ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താ? കോരിന്ത് സഭയിൽ ഭാഷാവരം ഉപയോഗിക്കുന്നത് വളരെ അധികമുണ്ട്. അവർ പല രീതിയിലും അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ എത്രയുണ്ടെന്ന് കാണിക്കുന്നു. അതിനെ പൗലോസ് നിയന്ത്രിക്കുകയാണ്. ഭാഷാപരമുള്ളവർ ഒന്ന് നിയന്ത്രിക്കുക, പ്രവചനപരമുള്ളവരുണ്ടെങ്കിൽ അവർ പ്രവചിക്കട്ടെ, വെളിപാടുള്ളവരുണ്ടെങ്കിൽ അവർ വെളിപാട് പറയുമ്പോൾ ബാക്കിയുള്ള നിശബ്ദരാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് വരദാനങ്ങൾ ഉപയോഗത്തെക്കുറിച്ചുള്ള വ്യക്തമായി പഠനം കൊടുക്കുക. തുടർന്ന് കാണാൻ സാധിക്കും, വിശുദ്ധരുടെ എല്ലാ സഭകളിലും പതിവുള്ളതുപോലെ സമ്മേളനങ്ങളിൽ സ്ത്രീകൾ മൗനമായിരിക്കണം, സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല. നിയമം അനുശാസിക്കുന്ന പോലെ അവർ വിധേയത്വമുള്ളവരായിക്കട്ടെ. അവർ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാർ ചോദിച്ചുകൊള്ളട്ടെ. സഭയിൽ സംസാരിക്കുന്നത് സ്ത്രീക്ക് ഉചിതമല്ല. ഇത് കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് പലപ്പോഴും വിഷമമുണ്ടാകും. എന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ കോരിന്ത് സഭയിലെ സ്ത്രീകളുടെ കൂടുതലായിട്ടുള്ള ആത്മീയ വരദാനങ്ങളുടെ ഉപയോഗം ആ സമൂഹത്തെക്കുറിച്ച് മറ്റുള്ള വ്യക്തികൾ അല്ലെങ്കിൽ മതങ്ങൾക്ക് അവരെക്കുറിച്ചുള്ളൊരു അപഖ്യാതി ഉണ്ടാക്കിയിരിക്കുക. അതുകൊണ്ട് പൗലോസിന് കൊടുക്കുന്ന ഒരു മാർഗനിർദ്ദേശമായിട്ട് മാത്രമേ ഇതിനെ കണ്ടാൽ മതി. അതല്ലാതെ അതൊരു നിയമം എന്ന രീതിയിലല്ല കാണേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക. ആ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. കാരണം എന്താ? ഇന്ന് നമുക്കറിയാം, അൾത്താരയിൽ കയറി ബൈബിൾ വായിക്കുന്ന അനേകം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മാത്രമല്ല, വചനം പങ്കുവയ്ക്കുന്ന ആത്മായ സ്ത്രീകളുണ്ട്, കന്യാസ്ത്രീമാരുണ്ട്. ഇന്ന് അധികാരത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന പഠിപ്പിക്കുന്ന അനേകം സ്ത്രീകൾ നമ്മുടെ സഭയിലുണ്ട് എന്നുള്ളത് അഭിമാനകരമായൊരു വസ്തുതയാണ്. അത് കോരിന്ത് സഭയിലുമുണ്ട്. കോരിന്ത് സഭയിൽ അങ്ങനെ അനേകം പേരുണ്ടായപ്പോൾ ഇത് സ്ത്രീകൾ നയിക്കുന്ന ഒരു സഭയാണെന്നുള്ളൊരു പരിഹാസം കടന്നു വന്നപ്പോഴാണ് ഒരു നിയന്ത്രണത്തിന് വേണ്ടി പൗലോസ് ലീഗ ഇവിടെ ഈ ഒരു മാനദണ്ഡം വയ്ക്കുന്നത്. ഇനി യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചാണ് 15-ാമത്തെ അധ്യായം പറഞ്ഞു വയ്ക്കുന്നത്. ആ അധ്യായം പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ ഓരോരുത്തരെയും ശരീരങ്ങളിലെ ഉയർപ്പിനെയും കൂടി പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പൗലോസ് ലീഗ പറയുന്നത് വളരെ വ്യക്തമാണ്. യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് തെളിവ് മുന്നോട്ട് വയ്ക്കുന്നു. ക്രിസ്തു ഉത്ഥാനം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള തെളിവാണ്. നമുക്കറിയാം, ശൂന്യമായ കല്ലറയാണ് ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് പൗലോസ് ലീഗ മുന്നോട്ട് വയ്ക്കുകയാണ്. യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്ത് അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് അകാലജാതൻ എന്ന വണ്ണം എനിക്കും പ്രത്യക്ഷനായി. ഇതാണ് യേശു ക്രിസ്തു ഉത്തിതനായി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പൗലോസ് ലീഗ പറയും. അതായത് ഫസ്റ്റ് ജനറേഷൻ, യേശുവിൻ്റെ ഉയർപ്പിനെ കണ്ടിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ്റെ സാക്ഷ്യം പൗലോസ് ലീഗ അടിവരയിട്ട് പറയുകയാണ്. ഇവിടെ ഞങ്ങൾ ഈ ഓടുന്നതെല്ലാം ക്രിസ്തു ഉത്ഥാനം ചെയ്തതിന് ഞങ്ങൾ സാക്ഷികളായതുകൊണ്ടാണ് എന്ന് പൗലോസ് ലീഗ അടിവരയിട്ട് പറയുക. ഇത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. എന്താണെന്നറിയാമോ? മറ്റു മതങ്ങളുടേതുപോലെ ഒരു ഗിമ്മിക്കുകളോ കഥകളോ ഐതിഹ്യങ്ങളിൽ നിന്നൊന്നും അല്ല ക്രിസ്തു മതത്തിൻ്റെ ഉത്ഭവം. ക്രിസ്തു മതത്തിൻ്റെ ഉത്ഭവം യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനവും ഉത്ഥാനത്തിന് സാക്ഷികളായിരിക്കുന്ന ഫസ്റ്റ് ജനറേഷനും അവരുടെ രക്തസാക്ഷിത്വവും അവരതിന് കൊടുക്കുന്ന വിലയുമാണ്. അതാണ് പ്രത്യേകത. ഇതിനെയാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുക. ക്രിസ്തു മതത്തിന് നല്ല ക്രെഡിബിലിറ്റി ഉണ്ട്, മറ്റു മതങ്ങൾ ഇതുപോലെ അല്ല എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഉദാഹരണത്തിന്
ISRO ചന്ദ്രനിലേക്ക് ചന്ദ്രയാൻ വിക്ഷേപിച്ചതാരാണ്? ISRO ആണ്. അവിടേക്ക് ചന്ദ്രയാൻ കടന്നു എന്ന് പറഞ്ഞതാരാണ്? ISRO ആണ്. അതിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നത് ആരാണ്? ISRO ആണ്. ISRO ആണ് എല്ലതും വിടുന്നതും സാക്ഷ്യം കൊടുക്കുന്നതും പറയുന്നതും എല്ലാം ISRO ആണ്. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ് അവർ അത് ചന്ദ്രയാൻ അയച്ചുവെന്നും ചന്ദ്രനിലേക്ക് ഇറങ്ങിയെന്നും റോവർ ഇറങ്ങിയെന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്? ഇതാർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഞാൻ ഇത് ചന്ദ്രനിലേക്ക് ഇതുപോലെ റോക്കറ്റ് അയച്ചു എന്ന് പറഞ്ഞ് കുറച്ചധികം തെളിവുകൾ ഫോട്ടോഷോപ്പ് വഴി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മുമ്പിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കില്ല. പക്ഷെ ISRO ആണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. എന്താ കാരണം? ISROയ്ക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്. അവർ കള്ളം പറയില്ല. അവർ അത് ആ വിക്ഷേപണം പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു എന്ന് പറയും, വിജയിച്ചാൽ വിജയിച്ചു എന്ന് പറയും. അതിനവർക്കൊരു വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവർക്ക് അതിലൂടെ യാതൊരുവിധ നേട്ടം പ്രതീക്ഷിച്ചിട്ടല്ല, അവർ അതിനെ തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റി എന്ന് പറയാനുള്ള മനസ്ഥിതി കൂടി അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ ഒരു ക്രെഡിബിലിറ്റി ക്രിസ്തു മതത്തിനുണ്ട്. എന്താണത്? മരിച്ചവരിൽ നിന്ന് 3-ാം ദിവസം ഉത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ് പറയുന്നത് സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന്. നിങ്ങൾ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും, കാരണം ഞാനും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നാണ് യേശു നൽകുന്ന സാക്ഷ്യം. അപ്പോൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു വന്നിട്ട് നൽകുന്ന സാക്ഷ്യത്തിന് ക്രെഡിബിലിറ്റി കൂടുതലാണ്. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ മരിച്ചാൽ അങ്ങനെയാകും എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോ, നരകം കണ്ടിട്ടുണ്ടോ, സ്വർഗത്തിൽ പോയിട്ട് ഒരാൾ തിരിച്ചു വരട്ടെ എന്നിട്ട് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ ആ ക്രെഡിബിലിറ്റിയാണ് ക്രിസ്തു മതത്തിനുള്ളത്. മരിച്ച് 3 ദിവസം അടക്കപ്പെട്ട് 3-ാം ദിവസം തിരികെ വന്ന വ്യക്തിയാണ് അവരെ പഠിപ്പിച്ചത്. അതും 1-2 പേരെ അല്ല, 500 പേരെ പഠിപ്പിച്ചു. പൗലോസ് വളരെ വ്യക്തമായി പറയുന്നത് 500ഓളം പേർക്ക് പ്രത്യക്ഷനായി, അവസാനം എനിക്ക് പ്രത്യക്ഷനായി എന്ന് പൗലോസ് പറയുകയാണ്. അങ്ങനെ ഈ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ തെളിവ് മുന്നോട്ട് വയ്ക്കുന്നു. അതിന് ഞങ്ങൾ നേരിട്ട് കണ്ടുള്ള സാക്ഷികളാണ്, അല്ലാതെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തല്ല. സെക്കൻഡ് ജനറേഷൻ ആകുമ്പോൾ അതാണ്. ഫസ്റ്റ് ജനറേഷൻ കണ്ട വിശ്വാസത്തിൻ്റെ പുറത്ത് എൻ്റെ അപ്പം പറഞ്ഞതുകൊണ്ട് അത് അങ്ങനെയാണ് എന്ന് ഞാൻ പറയാം. നേരിട്ട് കണ്ട വ്യക്തിയല്ല. ഇത് ഫസ്റ്റ് ജനറേഷൻ യേശുവിൻ്റെ ഉത്ഥാനത്തിനെ കണ്ട ഫസ്റ്റ് ജനറേഷൻ പറയുന്ന സാക്ഷിമൊഴി എന്ന് പറയുന്നത് അത് രക്തസാക്ഷിത്വമാകുമ്പോൾ, അത് മരണമൊഴിയാകുമ്പോൾ, മരിക്കുമ്പോൾ പോലും ആ മൊഴിയിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുകയാണെങ്കിൽ അതിന് കോടതിയിൽ പോലും പ്രൂഫാണ്. അപ്പോൾ ഇത്രയും വലിയ തെളിവ് പൗലോസ് ശ്ലീഹ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതാണ് ഉത്ഥാനത്തിൻ്റെ തെളിവ് എന്ന് ആദ്യത്തെ പാരഗ്രാഫിൽ വയ്ക്കുക. എന്നിട്ട് പൗലോസ് ശ്ലീഹ പറയാം, മരിച്ചവർക്കൊരു ഉത്ഥാനമുണ്ട്. കാരണം ക്രിസ്തു ഉത്ഥാനം ചെയ്തതുകൊണ്ട് നാം ഓരോരുത്തരും ഉത്ഥാനം ചെയ്യും. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനമില്ല എന്ന് പറയുന്നത്? പൗലോസിനെ ചോദിക്കുക. യേശു ഉത്ഥാനം ചെയ്തു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ സാക്ഷികളാണ്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മരിച്ചവർക്ക് ഉത്ഥാനമില്ല എന്ന് നിങ്ങൾ പറയുന്നത്? ഇങ്ങനെ മരണശേഷം ഒരു ജീവിതമില്ല എന്ന് പറയുന്നവരുടെ വായടപ്പിച്ചുകൊണ്ട് പൗലോസ് ശ്ലീഹ കൊടുക്കുന്ന സന്ദേശങ്ങളാണ് ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. പൗലോസ് ശ്ലീഹ വയ്ക്കുന്ന ഒരു സാക്ഷിയാണ്. മരിച്ചവർ ഉയർപ്പില്ലെങ്കിൽ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ, മരിച്ചവർ ഉത്ഥാനമില്ലെങ്കിൽ ക്രിസ്തു മതം പിന്നെ ഇല്ല. ക്രിസ്തു മതം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് എന്ന് വളരെ വ്യക്തമായി പൗലോസ് ശ്ലീഹ പറയുക. ഇന്ന് നമ്മുടെ മക്കളുടെ ഉള്ളിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാ. നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നത് നശ്വരമായ അപ്പത്തിന് വേണ്ടി ആകരുത്, നിത്യജീവനെ ലക്ഷ്യമാക്കി വേണമെന്നുള്ള വ്യക്തമായ സന്ദേശം പൗലോസ് ശ്ലീഹ 15-ാം അധ്യായത്തിൽ കടന്നു വരിക. മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ഒരു തെളിവ് വയ്ക്കുക പൗലോസ് ശ്ലീഹ. മരിച്ചവരിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിലാണ് ഇപ്പോഴും വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനപരമായ വസ്തുതയാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്ന് വളരെ വ്യക്തമായി പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു. ഇനി എപ്രകാരമാണ് ഈ ഉത്ഥാനം എന്നുള്ള കാര്യം പറയുകയാണ്. ആദ്യം
ഇവിടെ നിദ്ര പ്രാപിച്ച എന്നൊരു പദമുണ്ട്. നിദ്ര പ്രാപിച്ച, ആദ്യം നിദ്ര പ്രാപിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊരിന്ത്യർ സഭയ്ക്ക് ഒരു ചിന്തയാണ്. അതായത് യേശുക്രിസ്തു വീണ്ടും വരാൻ പോകുന്നു. ഈ വരാൻ പോകുന്നതിനിടയിൽ ഇപ്പോൾ അനേകം പേര് വിശ്വസിച്ചവർ മരിച്ചുപോയി. ഈ മരിച്ചുപോയവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യേശുക്രിസ്തു വരുമ്പോൾ അവരൊക്കെ മരിച്ചു പോയില്ലേ? അപ്പോൾ ജീവനോടുള്ളവർ മാത്രമേ രക്ഷ പ്രാപിക്കുള്ളൂ. മരിച്ചുപോയവർ മരിച്ചുപോയി, അവർ ഉത്ഥാനം ചെയ്യുകയില്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അത് യേശു രണ്ടാമത് വരുന്ന ഇപ്പോൾ വരും, ഇപ്പോൾ തന്നെ വരും. ആ വരുന്ന സമയത്ത് അതിനിടയിൽ മരിച്ചുപോയ വിശ്വാസികൾ അവരുടെ കാര്യം ആകെ കട്ടപ്പുകയാണ്. കാരണം അവരൊന്നും സ്വർഗത്തിലേക്ക് പോകില്ല, അവർ ഉത്ഥാനം ചെയ്യില്ല. ജീവനോടെയുള്ളവർ യേശുവിനെ സ്വീകരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ പൗലോസ് പറഞ്ഞു അങ്ങനെയല്ല, മരിച്ചവർ ആദ്യം മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അവർ ക്രിസ്തുവിനോട് കടന്നു വരും. അവരെ സ്വീകരിക്കാനാണ് ജീവനുള്ളവർ ഇവിടെ ആയിരിക്കുന്നത്. ഇത് ഇന്നുവരെയും അത് അനുവർത്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴും യേശുക്രിസ്തു രണ്ടാമത് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കും ബാധകമായൊരു വിഷയമാണിത്. ആദ്യം മരിച്ചവർ ആദ്യം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ള വസ്തുത. നാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. അത് ജീവനോടെ ആയിരിക്കുന്നവർ ആരാണെന്നുള്ളവർ അവർ ക്രിസ്തുവിനെ അതുപോലെ ഉയർത്തെഴുന്നേറ്റവരെയും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. 23 വാക്യം, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനെ ഉള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് തിന്മ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതെയാകും. നശ്വരമായതെല്ലാം അനശ്വരമാകും. അങ്ങനെ ഇവിടെ മുഴുവൻ ദൈവരാജ്യമായി മാറും. ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയിൽ ക്രിസ്തു പിതാവായ ദൈവത്തിന് പ്രപഞ്ചത്തെ ഭൂമിയെ സമർപ്പിക്കും. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയുമേ കടന്നു വരും. ഇവിടെ നശ്വരമായതൊന്നും ഉണ്ടായിരിക്കില്ല, പാപമുണ്ടായിരിക്കില്ല, തിന്മയായിട്ടുള്ളതൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു അനശ്വരതയിലേക്കുള്ളൊരു ദൈവരാജ്യത്തിൻ്റെ വളർച്ചയാണ് അന്ത്യനാളിൽ ഉണ്ടാവുകയെന്ന് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. ഇനി ഇവിടെ മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ 2 തെളിവുകൾ പൗലോസ് ശ്ലീഹ മുന്നോട്ട് വയ്ക്കുകയാണ്. ഒന്ന്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആ നാളുകളിലെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് ദുഃഖശനിയാഴ്ച, അതായത് ദുഃഖവെള്ളിയുടെ ആചരണം കഴിഞ്ഞ് ഉയർപ്പിന് മുമ്പ് ദുഃഖശനിയാഴ്ചയാണ് പലപ്പോഴും മാമോദിസ സ്വീകരിക്കാനായിട്ട് സഭയിൽ ആളുകൾ ഒരുക്കുന്നത്. അപ്പോൾ ആ സഭയിൽ അന്നേ ദിവസം സ്നാനം സ്വീകരിക്കുന്നവരെ ഒരുക്കുന്ന ജ്ഞാനസ്നാനാർത്ഥികൾ അവർ അതിനു മുമ്പേ മരിച്ചുപോയാൽ, രോഗമെന്നോ മറ്റോ മരിച്ചുപോയാൽ അവർക്ക് വേണ്ടി മറ്റൊരു വ്യക്തി സ്നാനം സ്വീകരിക്കുന്ന ഒരു കർമ്മം അവിടെ ഉണ്ടായിരുന്നു. അതാണ് ജ്ഞാനസ്നാനം, മരിച്ചവർക്ക് വേണ്ടിയുള്ള ജ്ഞാനസ്നാനം. അതായത് വിശ്വസിക്കുന്ന വ്യക്തി ആഗ്രഹത്താലെ മാമോദിസ എന്നാണ് ഇപ്പോൾ അതിന് പറയുക. മരിച്ചു പോകുന്നു, സ്നാനം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ആ വ്യക്തി മരിച്ചുപോയി. അങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടി വേറൊരു വ്യക്തി ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് സ്നാനം സ്വീകരിക്കുന്നു. ഇങ്ങനെയുള്ള മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ളൊരു ജ്ഞാനസ്നാനം, അങ്ങനെ ഒരു പ്രാർത്ഥന അവർ നടത്തിയിരുന്നു. ഈ പ്രാർത്ഥനയെ പൗലോസ് ശ്ലീഹ പറയുകയാണ്, മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം? സഭയോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കാറുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ഒപ്പീസ് ചൊല്ലുന്നു, അന്നാവെള്ളം തെളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എന്തിനു ചെയ്യുന്നു? ഇത് തന്നെ ഈ സഭയോട് ചോദിക്കുന്നു. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് പകരം എന്തിന് സ്നാനം സ്വീകരിക്കുന്നു? പൗലോസ് ശ്ലീഹ അങ്ങനെ അവരോട് ചോദിക്കുകയാണ്. അങ്ങനെ മാത്രമല്ല, ഇത് 2ാമത്തെ തെളിവ്, മരിച്ചവരുള്ള പ്രാർത്ഥന 1ാമത്തെ തെളിവ്. 2ാമത്തെ തെളിവൊക്കെയാണ്, മരിച്ചവരിന് ഉത്ഥാനമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും സുഖിക്കുകയും ചെയ്തുകൂടെ? ഞങ്ങൾ എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നത്? പൗലോസ് ശ്ലീഹ ചോദിക്കുക. മാനുഷികമായി പറഞ്ഞാൽ എഫെസസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും. നിങ്ങൾ വഞ്ചിതരാകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം മരിച്ചവർക്ക് ഉത്ഥാനമില്ല, ദൈവമില്ല എന്നൊക്കെ പറയുന്നവർക്കുള്ള വ്യക്തമായ മറുപടികളാണ് ക്രിസ്തു മതത്തിലെ ക്രെഡിബിലിറ്റി, മരിച്ചവരിൽ നിന്നുള്ള നമ്മുടെ ഉത്ഥാനം എല്ലാമാണ് പൗലോസ് ശ്ലീഹയോട് പറയുന്നത്. ഇനി പൗലോസ് ശ്ലീഹ പറയുന്നത്, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഏത് ശരീരത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേൽക്കുക എന്നാണ് പൗലോസ് ശ്ലീഹ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇങ്ങനെ മരിച്ചവരിന്ന് ഉത്ഥാനം ചെയ്യുമെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ മരിച്ചുപോയി, യേശുക്രിസ്തു കടന്നു വരുമ്പോൾ 2ാം വരവിൽ എൻ്റെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടും.
ഇങ്ങനെ ഉയർപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ ഈ ശരീരം തന്നെ ആയിരിക്കുമോ അതോ ഞാൻ എങ്ങനെയായിരിക്കും ഉയർപ്പിക്കപ്പെടുക? അതിനെ പൗലോസ്ലീഹ മുന്നോട്ട് വയ്ക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ തന്നെയാണ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ള കാര്യം അതിനെ തന്നെ മുൻനിർത്തിക്കൊണ്ട് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതുതരം ശരീരത്തിലൂടെയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നു നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിൻ്റെയോ മറ്റു വല്ല ധാന്യത്തിൻ്റെയോ വെറും ഒരു മണി മാത്രം. എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. അപ്പോൾ നമ്മൾ ഗോതമ്പ് നിലത്ത് വിതച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് സംഭവിക്കുന്നത് ഗോതമ്പ് ചെടിയാണ്, അല്ലാതെ ഗോതമ്പല്ല ഉണ്ടാകുന്നത്. ഇതേപോലെ നമ്മുടെ ശരീരം മണ്ണിൽ അഴുകില്ലാതെയായാൽ അതിൽ നിന്ന് ക്രിസ്തു എടുത്തുയർത്തുന്നത്, രണ്ടാം വരവിൽ യേശു എടുത്തുയർത്തുന്നത് നമ്മുടെ ഇതേപോലുള്ള ജഡിക ശരീരത്തെയല്ല, മറിച്ച് മഹത്വമേറിയ ശരീരത്തെയാണ്, ഉറ്റിയ ദൈവിക ശരീരത്തെയാണ്, സ്വർഗീയ ശരീരത്തെയാണ്. അതിനും തേജസ്സിന് വ്യത്യാസമുണ്ട്. കൂടുതൽ നന്മ ചെയ്തവർക്ക് നല്ല തേജസ് ഉണ്ടായിരിക്കും, കുറവ് നന്മ ചെയ്തവർക്ക് ചെറിയ തേജസ്സേ ഉണ്ടാവുകയുള്ളൂ. തേജസ്സുകൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിന് പറയുന്നത് സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് വേറൊന്ന്, നക്ഷത്രങ്ങളുടേത് മറ്റൊന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ താരതമ്യപ്പെടുത്തി കാണിച്ചു തരികയാണ്. യേശുവിന് വേണ്ടി കൂടുതൽ സാക്ഷ്യം വഹിച്ചവർ, രക്തസാക്ഷ്യം വഹിച്ചവരൊക്കെ എല്ലാം നല്ല തിളങ്ങുന്ന ആത്മാവായിട്ട് അവർ വരും. അല്ലാതെ എങ്ങനെയെങ്കിലും സ്വർഗ്ഗത്തിൽ കടന്നു പോയവർ തേജസ് മങ്ങിയിരിക്കും എന്നുള്ള വസ്തുത പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇതിലൊരു പദമാണ് നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നാം മരിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുകയാണോ എന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. അല്ല, നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മരിക്കുക എന്നാണ്. മരണത്തെ വെറും ഒരു ഉറക്കത്തോടാണ് പൗലോസ്ലീഹ ഇവിടെ പ്രതിപാദിക്കുന്നത്. കാരണം എന്താ? ബൈബിളിൻ്റെ ഭാഷയിൽ മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണിലാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ മരണം എന്ന് പറഞ്ഞാൽ പാപത്തെയാണ് പറയുന്നത്, അല്ലെങ്കിൽ നിത്യനരകത്തെയാണ് പറയുന്നത്. അപ്പോൾ ഭൗമികമായ മരണത്തിനെ പൗലോസ്ലീഹ നിദ്ര എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മരിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് ഇൻ പീസ് എന്ന് നമ്മൾ പറയുന്നത് പോലെ. അപ്പോൾ അത്രയും അർത്ഥമുള്ളൂ നിദ്ര പ്രാപിക്കുക. അല്ലാതെ നമ്മൾ മരണശേഷം നമ്മൾ നിദ്ര പ്രാപിച്ചവന് മുഴുവൻ സമയം കിടക്കും എന്നല്ല അർത്ഥം. നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് മരിക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, നമ്മുടെ മരണത്തെ പറ്റി പറയുകയാണ്. അടുത്ത വചനം ഇപ്രകാരമാണ്, 51-ാമത്തെ വചനം. ഇതാ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതൊരു രഹസ്യമാണ്. ആ രഹസ്യപ്രകാരമാണ് നാം മരിക്കുന്നു, കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം രൂപാന്തരപ്പെടുന്നു. രണ്ടാം വരവ്, യേശുവിൻ്റെ രണ്ടാം വരവിനും നമ്മുടെ മരണത്തിനും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് കണ്ണിമയ്ക്കുന്ന വേഗമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? മരിച്ചിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടും കണ്ണിമയ്ക്കുന്ന വേഗമായില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നമ്മുടെ ജീവിതം യേശുവിൻ്റെ രണ്ടാം വരവിന് ശേഷം നിത്യജീവിതമാണ്. നിത്യജീവിതം, അനന്തമായ ജീവിതം. യേശുവിൻ്റെ രണ്ടാം വരവിൽ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ അനന്തമായ ജീവിതമാണ്. ഇപ്പോഴേ നാം നിത്യജീവനിലാണ്. നാം മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആത്മാവ് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കും, ക്രിസ്തുവിലായിരിക്കും. പക്ഷേ ശരീരം അഴുകില്ലാതെയാകും. പിന്നീട് കണ്ണുമിക്കുന്ന വേഗത്തിൽ ഈ ശരീരം നമ്മുടെ ആത്മാവിനോട് ചേരും. അതായത് ഈ അനന്തമായ നിത്യമായ ജീവിതത്തോട് തുലനം ചെയ്യുമ്പോൾ യേശുവിൻ്റെ രണ്ടാം വരവും ഞാൻ മരിച്ചതിന് ശേഷമുള്ള സമയം, അതിനിടയിലുള്ള സമയം എന്ന് പറയുന്നത് വെറും കണ്ണിമയ്ക്കുന്ന വേഗത്തിലാണ്. അതുകൊണ്ട് നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് യേശുവിൻ്റെ അരികിലേക്ക് എത്തി കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ യേശുവിൻ്റെ രണ്ടാം വരവ് വരുന്നതായി നമുക്ക് അനുഭവപ്പെടുമെന്നുള്ള കാര്യം പറയുക. കാരണം നമ്മുടെ ജീവിതം നിത്യജീവിതമാണ്, അനന്തമായൊരു ജീവിതമാണ്. ആ ജീവിതത്തോട് തുലനം ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിലുള്ളൊരു ജീവിതത്തിൽ ശരീരങ്ങൾ ഉയർപ്പിനെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതായത് അന്തിമ കാഹളം മുഴങ്ങുമ്പോൾ കണ്ണുവയ്ക്കുന്ന വേഗത്തിൽ നമ്മുടെ ശരീരങ്ങൾ നമ്മുടെ കുഴിമാടങ്ങളിൽ നിന്ന്, അഗ്നിയിൽ നിന്ന്, അല്ലെങ്കിൽ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ നിന്ന് ഭസ്മമായി പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ലാതായിരിക്കാം, വെള്ളത്തിലായിരിക്കാം, എവിടെ നിന്നായാലും അവിടെ നിന്ന് ദൈവം നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിലേക്ക് വിളിക്കും. ആ ഉയർപ്പിലേക്ക് വിളിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ തേജസ്സുറ്റ പുതിയ സ്വർഗീയ ശരീരങ്ങളോടുകൂടി അതേ ശരീരങ്ങൾ കടന്നു വരും. ആ കടന്നു വരുമ്പോൾ നമ്മൾ ആ ശരീരത്തിൽ ആയിരിക്കുകയും ചെയ്യും എന്നുള്ള വസ്തുത വ്യക്തമായി പൗലോസ് പഠിപ്പിക്കുക. അതുകൊണ്ട് മരണമേ നിൻ്റെ വിജയം എവിടെ, മരണമേ നിൻ്റെ ദംശനം എവിടെയെന്ന് പൗലോസ് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മരണം പരാജയപ്പെട്ടിരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. ഏദൻ തോട്ടത്തിൽ കടന്നു വന്നതാണ് മരണം. അവിടെ നമ്മുടെ ആത്മാവ് മണ്ണിനോട്
ആത്മാവ് പാതാളത്തിൽ ബന്ധിതമായിരിക്കും, നമ്മുടെ ശരീരം മണ്ണിനോട് അഴുകി ഇല്ലാതെയാകും. എന്നാൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടും. ക്രിസ്തു ആത്മാവിനെ പാതാളത്തിൽ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ആത്മാക്കൾ പാതാളത്തിൽ ഇനി ബന്ധിതരല്ല, ക്രിസ്തുവിലായിരിക്കും. അങ്ങനെ നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. മരണം എന്ന് പറയുന്നൊരു അവസ്ഥ, ദി എൻഡ് പോയിന്റ്, മനുഷ്യൻ്റെ എൻഡ് പോയിൻ്റാണ് മരണം എന്ന രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻഡ് ഇല്ല, നമുക്ക് ജീവിതമാണ്. അതുകൊണ്ട് മരണം എന്നതിൻ്റെ വിജയം എവിടെ, മരണം എന്നതിൻ്റെ ദംശനം എവിടെ എന്ന് പൗലോസ് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇതാണ് 15-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുക. 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരണത്തെ പറ്റി പറയുകയാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം, ഞായറാഴ്ച ദിവസങ്ങളിൽ ആഴ്ചയിൽ ആദ്യ ദിവസം നിങ്ങൾ സമ്പത്ത് സ്തോത്ര കാഴ്ചയെ എടുത്തു വെക്കണം. ഞാൻ വരുമ്പോൾ അത് കൊണ്ടുപോകാനാണ്, മറ്റ് സഭകളെ സഹായിക്കുന്നതിന് വേണ്ടി എനിക്കത് വേണം എന്ന് പൗലോസ് പറയുകയാണ്. നിങ്ങൾക്കിടയിലായിരുന്നപ്പോൾ ഇതുപോലെ മക്കെദോന്യയിലെ സഭയാണ് എന്നെ സഹായിച്ചത്, അതുപോലെ നിങ്ങൾ മറ്റു സഭകളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ലീഹ സാമ്പത്തികമായ സഹായം ആ സഭയോട് ചോദിക്കുന്നു. അത് മറ്റുള്ള സഭകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണെന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. അതുപോലെ എല്ലാവർക്കും വന്ദനം പറഞ്ഞുകൊണ്ട് 16-ാം അധ്യായം അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനമാണ് നമ്മൾ ഈ നാളുകളിൽ കേട്ടത്. പ്രത്യേകിച്ച് പൗലോസ് ലീഹയുടെ 1-ാമത്തെ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വരദാനങ്ങളുടെ ഉപയോഗം, സ്നേഹം എന്ന വിഷയം, അതുപോലെ തന്നെ എസ്കറ്റോളജി, അതായത് ശരീരങ്ങളുടെ ഉത്ഥാനത്തെ പറ്റി പഠിപ്പിക്കുന്നു, വിഗ്രഹാരാധനയെ കുറിച്ച് പഠിപ്പിക്കുന്നു, വിവാഹിതരുടെ ജീവിതം, ഡീക്കന്മാരുടെ ജീവിതം, അതുപോലെ കന്യകകളുടെ ജീവിതം, ആ വിഷയങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങനെ സംഭവബഹുലമായ ജീവിതശൈലിക്ക് വേണ്ടിയുള്ള വലിയൊരു പ്രമാണീയ ഗ്രന്ഥമായി തന്നെ നമ്മുടെ ഈ ലേഖനം മാറിയിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് വചനം ധ്യാനിച്ചതിലൂടെ നമുക്ക് ദൈവം നമ്മോരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.